ഇന്ന് രാവിലെ കോതിപ്പാലത്തിന് സമീപം ബീച്ചിൽ കോഴിക്കോട് ബീച്ചിൽ അടിഞ്ഞിരിക്കുന്ന ഡോൾഫിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമാണ് ഇവിടെ കാണുന്നത്. ഏതാണ്ട് 8-10 അടിയോളം നീളമുണ്ട്, ഒരു 2.5-3 കിൻഡൽ ഭാരമുണ്ട് എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളെ ഭീതിയിലാക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്, ഒരു മത്സ്യ ഇനം കൂടിയാണിത്. അത് ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികൾ ആക്രമിക്കുന്നത് കൊണ്ടല്ല, ഇവർ കടലിൽ വലയെറിയുന്ന സമയത്ത് ആ വല മുറിക്കും, മത്സ്യം കിട്ടുന്ന സമയത്ത് ആ വല മുറിച്ച് ഒക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മത്സ്യം കൂടിയാണ്. അതുകൊണ്ട് നോക്കൂ, വലിയ ഭാരമുണ്ട്. അതിന് മുൻഭാഗത്തേക്ക് നോക്കിയാൽ കാണാം കൂർത്ത പല്ലുകളാണ്. ഡോൾഫിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യം എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ പറയുന്നത്, ഇവിടെ നാട്ടിൽ വിളിക്കുന്നത് AD വിഭാഗത്തിൽ, നമ്മൾ മത്സ്യത്തൊഴിലാളിൽ പറയുന്നത് പോലെ AD എട ഒന്നല്ല, AD വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതായാലും നമുക്കൊപ്പം ഇവിടെയുള്ള കുറച്ച് ആളുകൾ, മത്സ്യബന്ധന മേഖലയിലും അല്ലാത്തതുമായ കുറച്ച് ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുബേറെ, എപ്പോഴാണ് ഇതിനെ കണ്ടത്? ഇത് ഇന്ന് പുലർച്ചയോട് കൂടിയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പെട്ടത്. ഇത് നമ്മളിവിടെ AD എന്ന് വിളിക്കുന്ന ഡോൾഫിൻ വർഗത്തിൽപ്പെട്ട മത്സ്യമാണിത്. ഇപ്പോൾ ഏകദേശം 10 അടിയിലേറെ വലുപ്പമുള്ള നല്ല ഭാരമുള്ള ഒരു സാധനമാണ് ഇത്. കടലിൽ സാധാരണ ഉണ്ടാവാറുണ്ട്. ഇപ്പം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കുന്ന ഒരു മത്സ്യമാണിത്. കാരണം അവർ വല വീശുകയോ വല ഇടുകയോ ചെയ്ത് അതിൽ മീൻ കയറി കഴിഞ്ഞാൽ ആ മീൻ തിന്നാൻ വേണ്ടിയിട്ട് ഇത് അവരുടെ വല അടക്കം കടിച്ച് മുറിച്ച് തിന്നാൻ കയറും. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഒരു AD വല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വല, ഇതിനെ തടയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഒച്ചയും പാളലും ഉണ്ടാക്കിയിട്ട് ഇതിനെ ഓടിക്കും ചെയ്യും, ഈ തോണിയിലുള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള ഒരു ആളുകളെ ഉപദ്രവിക്കൊന്നുമില്ല, ഉപദ്രവിക്കാത്ത ഒരു ഡോൾഫിൻ വർഗത്തിൽപ്പെട്ട ഒരു മത്സ്യമാണ് AD എന്ന് പറഞ്ഞത്. ഇവിടെ കടലിൽ പോകുന്ന ഒരാൾ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ധാരാളം മത്സ്യം കടലിലുണ്ട്. ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ, വലയെല്ലാം കടിച്ച് കീറും. അതന്നെ. ഇതിലേതാണ്ട് എത്ര ഭാരം ഉണ്ടാവും? ഇതിൽ ഒരു 200 കിലോൻ്റെ ഭാരം ഉണ്ടാവും. ഇത്തരത്തിൽ വലയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യാറ്? സാധാരണ കുടുങ്ങിക്കഴിഞ്ഞാൽ വല ഒഴിവാക്കി അതിനെ ഒഴിവാക്കും. വല മുറിച്ചിട്ടുണ്ടാവും അല്ലേ? മുറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ആദ്യമായിട്ട് കാണാണോ ഇതിനാ? അല്ല, നമ്മളാദ്യം കുറേ ഇപ്പോഴുള്ള കാലത്ത് ചൂണ്ടാടം വന്നിനി വെള്ളത്തിൽ, അപ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു. അല്ല, നമ്മൾ ഇതിനിപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഡോൾഫിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമാണ്. എന്തുകൊണ്ടാണ് ഇതിന് AD എന്ന് വിളിക്കുന്നത് നിങ്ങൾ? അത് പഴയ പേരാണ് എന്ന് പറയല്. ശരിക്കും നമ്മളെ അങ്ങനെ വിളിച്ചു പോരാണ് AD എന്ന്. ഏതായാലും ഇത്രയും വലിയ ഭാരമുള്ളൊരു മത്സ്യമാണ്. അത് ചെറിയ രീതിയിലുള്ള സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്ന് സംസ്കരിക്കേണ്ടുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആരോഗ്യവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് വിഭാഗം വന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇത് സംസ്കരിച്ചിട്ടില്ലെങ്കിൽ വലിയ തരത്തിലുള്ള സ്മെല്ലുണ്ടാകുകയും വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, അതിൻ്റെ മുൻഭാഗത്തെ പല്ലുകളൊക്കെ നോക്കിയാൽ കാണാം, ഈ ഈർച്ചവാളിൻ്റെ പല്ലുകൾ പോലെയാണ്. അതിൻ്റെ അകത്ത് എന്തോ കടിച്ചിട്ടുണ്ട്. അത് എന്തോ മത്സ്യമോ എന്തോ ഒന്ന് ഭക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഇവിടേക്ക് ചത്ത് അടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്രയും കൂർത്ത പല്ലുകളാണ്. അതുകൊണ്ട് തന്നെ പേടിപ്പെടുത്തുന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ മുൻഭാഗമുള്ളത് എന്ന് വേണം പറയാൻ. ഏതായാലും മനുഷ്യരെ അങ്ങനെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു മത്സ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതാണ്ട് 3 മീറ്ററോളം നീളം ഇതിനുണ്ട്, 200 കിലോയിലേറെ ഭാരവുമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെയുള്ള മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.